ആ ഒരവസ്ഥയെപ്പോലെ നല്ല കാര്യത്തിന് വേണ്ടി മത്സരിക്കുവാൻ നമുക്ക് സാധിക്കണം. എപ്പോഴും സിദ്ദീഖ് മുമ്പിലാണ്, എപ്പോഴും സിദ്ദീഖ് മുമ്പനാണ്, എപ്പോഴും സിദ്ദീഖ് കൂടുതൽ കൊടുക്കുന്ന ആളാണ്. അതുകൊണ്ട് ഒരു തവണ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു വിചാരിച്ചു, ഈ തവണ അബൂബക്കർ സിദ്ദീഖിനെ പിന്നിലാക്കണം. അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ഏറ്റവും കൂടുതൽ കൊടുക്കുന്നവനെന്ന ബഹുമതി എനിക്ക് നേടിയെടുക്കണം. അതിലൂടെ സ്വർഗത്തിൽ സ്ഥാനം കരസ്ഥമാക്കണം. അല്ലാഹുവിന്റെ റസൂൽ ആവശ്യപ്പെട്ടു, നിങ്ങൾ ദീനിന് വേണ്ടി ദീനിന്റെ മാർഗത്തിലേക്ക് സംഭാവനകൾ നൽകുക, ദീനിന്റെ മാർഗത്തിലേക്ക് നിങ്ങൾ ധനം നൽകുക. രണ്ടാളും വീട്ടിൽ പോയിട്ട് തിരിച്ചു വന്നുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലം ചോദിച്ചു, ഉമറേ, നിങ്ങൾ എന്താണ് കൊണ്ടുവന്നിട്ടുള്ളത്? ഉമർ റളിയല്ലാഹു അൻഹു അബൂബക്കറിനെ ഇത്തവണ പിന്നിലാക്കണമെന്ന ഉദ്ദേശത്തോടെ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ എനിക്ക് ആകെയുള്ള സ്വത്തിന്റെ പകുതി ദീനിന് വേണ്ടി നൽകി കഴിഞ്ഞിരിക്കുകയാണ്, ബാക്കി പകുതി മാത്രമേ ഞാൻ ബാക്കി വെച്ചിട്ടുള്ളൂ എന്ന് പരിശുദ്ധ പ്രവാചകന്റെ വലങ്കയ്യേ, നീതി എന്ന രണ്ടക്ഷരം ലോകത്തിന് പഠിപ്പിച്ച രാഷ്ട്രീയ വിജിഗീഷുവേ, രാജ്യതന്ത്രജ്ഞതയുടെ മഹാ ഉദാഹരണമേ, ലോകനന്മയുടെ വലിയ ഒരു പ്രഭവ കേന്ദ്രമായി ലോക രാഷ്ട്രീയ ചരിത്രത്തിൽ വിലസിയോരേ, സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു തനിക്ക് ആകെ അല്ലാഹു നൽകിയതിന്റെ പകുതി അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി നീക്കിവെച്ചു റസൂലിന്റെ അടുക്കൽ. പിന്നീടാണ് സിദ്ദീഖിന്റെ ഊഴം. അബൂബക്കർ സിദ്ദീഖ് കടന്നു വരികയാണ്. നിഴലില്ലാത്ത റസൂലിന്റെ നിഴലായിരുന്നു സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. അല്ലാഹുവിന്റെ റസൂലിന് നിഴലുണ്ടായിരുന്നില്ല, റസൂലിന് നിഴലുണ്ടായിരുന്നില്ല. റസൂൽ സാധാരണ മനുഷ്യനല്ല എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവതാണ്. റസൂൽ നടന്നു പോകുമ്പോൾ നിഴല് കണ്ടിരുന്നില്ല എന്നാണ് ചരിത്രത്തിൽ റെക്കോർഡാക്കപ്പെട്ട് കിടക്കുന്നുണ്ട്. ഏത് സാധനത്തിനും നിഴലുണ്ടാവും. ഞാനിപ്പോ ഇവിടെ നിൽക്കുന്ന അപ്പുറത്ത് നിഴലുണ്ട്, മൈക്കിന് നിഴലുണ്ട്. വെളിച്ചം തട്ടുമ്പോ ഷാഡോ, ഒരു പ്രത്യേക ഛായ ഏത് സംഗതിക്കും വീഴും. പക്ഷേ അല്ലാഹുവിന്റെ റസൂലിന് നിഴലുണ്ടായിരുന്നില്ല. കാരണം ഖുലിഖ്തു ബിനൂറില്ല, ഞാൻ അല്ലാഹുവിന്റെ നൂറ് കൊണ്ടാണ് സൃഷ്ടിക്കപ്പെട്ടതെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമാക്കിയിട്ടുണ്ട്. അല്ലാഹുവിന്റെ നൂറിന് നിഴലുണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് റസൂലിന് നിഴലുണ്ടായിരുന്നില്ല. നിഴലില്ലാത്ത റസൂലിന്റെ ഒരു നിഴലുണ്ടായിരുന്നെങ്കിൽ ആ നിഴലിന്റെ പേരാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. നിഴലില്ലെങ്കിലും നിഴല് പോലെ കൂടെ നടന്ന സിദ്ദീഖ്. ആ സിദ്ദീഖ് കടന്നു വന്നപ്പോൾ റസൂൽ ചോദിച്ചു, അബൂബക്കർ, നിങ്ങൾ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി എന്താണ് കൊണ്ടുവന്നത്? ഉടൻ തന്നെ അബൂബക്കർ സിദ്ദീഖ് മറുപടി പറഞ്ഞു, ഞാൻ എനിക്ക് അല്ലാഹു തന്നതെല്ലാം, എന്റെ സമ്പത്ത് മുഴുവൻ, എന്റെ സമ്പത്തിൽ ഒന്നും ബാക്കി വെക്കാതെ പൂർണ്ണമായി ഇതാ റസൂലേ ദീനിന് വേണ്ടി സമർപ്പിക്കുകയാണ് ഞാനെല്ലാം കൊണ്ടുവന്നിരിക്കുന്നുവെന്ന് പറഞ്ഞപ്പോൾ ഉടൻ തന്നെ റസൂൽ തിരിച്ചു ചോദിച്ചു, അബൂബക്കറേ, നിങ്ങളുടെ കുടുംബത്തിന് ജീവിക്കാൻ എന്ത് നിങ്ങൾ ബാക്കി വെച്ചു? മുഴുവൻ തന്നാൽ കുടുംബത്തിന് എന്ത് ബാക്കിയെന്ന ലോകഗുരുവിന്റെ ചോദ്യത്തിന് ലോകഗുരുവിന്റെ മഹാനായ അനുയായി മറുപടി നൽകി, അല്ലാഹു വ റസൂലുഹു, എന്റെ കുടുംബത്തിന് ഞാൻ ബാക്കി വെച്ചത് അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയുമാണ് സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലം. ഇതാണ് കൊടുക്കുന്നതിന്റെ സാമ്പിൾ. കൊടുത്ത ആർക്കും കുറയില്ല. ഞാൻ എന്റെ സഹോദരന്മാരോട് പറയാണ്, പടച്ചോന്റെ ദീനിന് വേണ്ടി കൊടുത്തിട്ട് ഇന്ന് ഒരാൾ ലോകത്ത് കുറഞ്ഞിട്ടില്ല. ബർക്കത്ത് ഇങ്ങനെ കൂടി വരും. അതാണ് ദീനിന്റെ സ്ഥിതി. ദീനിന് വേണ്ടി നൽകുന്നവൻ അല്ലാഹു ഒരിക്കലും കുറക്കുകയില്ല. അവർക്ക് അല്ലാഹു വർദ്ധിപ്പിച്ച് നൽകിക്കൊണ്ടേയിരിക്കും. ഈ വിശുദ്ധമായ മാതൃക ഉൾക്കൊണ്ടുകൊണ്ട് എന്റെ സഹോദരങ്ങളും മസ്ജിദിന്റെ കാര്യത്തിൽ പങ്കുവഹിക്കണം. സിദ്ദീഖിന്റെ മാതൃക, ഫാറൂഖിന്റെ മാതൃക, ആ മാതൃക കൊണ്ടുകൊണ്ട് അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി നാം നൽകണം. അവസാനം മരിച്ചു പോകണ നേരത്ത് ഇതൊക്കെ മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ. നമ്മളെ വിഷയം എന്താണ്? ലോകാവസാനം പരലോകവും ഒക്കെയാണ്. ലോകാവസാനവും പരലോകവും ഒക്കെയാണ് നമ്മുടെ ചർച്ച. അവിടെ എത്തിയാൽ അവസാനം പിന്നെ രക്ഷക്കുണ്ടാകുന്നത് ഇത് മാത്രമാണ്. സദഖ പരിചയാണ്. നാം നൽകുന്ന ദാനം നമുക്കെതിരെ വരുന്ന വെട്ടിനെ തടുക്കാനുള്ള ഒരു പരിചയാണ്. ഒന്നും നമ്മളെ ബാധിക്കില്ല, ഒരക്രമവും നമ്മെ ബാധിക്കില്ല, ഒരു ശത്രുവിനും നമ്മെ പിടികൂടാൻ സാധിക്കില്ല. നമ്മെ സംരക്ഷിച്ചു നിർത്തുന്ന രക്ഷാ കവചമായി, രക്ഷാ പരിചയായി നമ്മുടെ കൂടെ സദഖയുണ്ടാവും. അതിനുവേണ്ടി സദഖയെ
കാണേണ്ട ഗൗരവത്തോടെ നമ്മൾ കാണണം. സദഖയിനെ വെച്ചിട്ട് ഏറ്റവും വലിയ സദഖയാണ് മസ്ജിദിന് വേണ്ടി നൽകുന്ന സദഖ. അല്ലാഹുവിന്റെ മസ്ജിദിന് വേണ്ടി നൽകുന്ന സദഖ. മസ്ജിദ് എന്ന വാക്കിന്റെ അർത്ഥം സുജൂദിന്റെ ഗേഹമെന്നാണ്, സുജൂദിന്റെ സ്ഥാനമെന്നാണ്. മസ്ജിദിന് വേണ്ടി നൽകുന്ന സദഖ സുജൂദിനെ നിലനിർത്താനുള്ള ദാനമാണ്. സുജൂദിനേക്കാൾ വിലപ്പെട്ട ഒരാരാധനാ രീതിയും ഒരു മതത്തിലും പഠിക്കാനോ കാണാനോ കഴിയില്ല. കാലുകൾ നിലത്തൂന്നണം, കാലിന്റെ മുട്ടുകൾ നിലത്തൂന്നണം, കയ്യിന്റെ പള്ള നിലത്തൂന്നണം, മൂക്ക് നിലത്തൂന്നണം, നെറ്റിത്തടം നിലത്തൂന്നണം. എന്നിട്ട് അല്ലാഹുവിനെ വാഴ്ത്തി പറയണം. അതാണ് സുജൂദ്. ആ സുജൂദിന്റെ സ്ഥാനം എന്നതുകൊണ്ടാണ് പള്ളികൾക്ക് മസ്ജിദ് എന്ന് പേര് ലഭിക്കപ്പെട്ടിട്ടുള്ളത്. മസ്ജിദിനെ നാം സ്നേഹിക്കണം. മസ്ജിദുമായി ബന്ധമുള്ളവന് നാളെ മഹ്ശറയുടെ എരിപൊരി കൊള്ളുന്ന ചൂടിൽ പോലും തണല് വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. പരലോകത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ ചർച്ച ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു വശമാണ് മഹ്ശറ, മഹ്ശറയിലെ വിചാരണ. ആ മഹ്ശറയിലെ വിചാരണയിൽ സൂര്യൻ വന്ന് ഓരോ വ്യക്തിയുടെയും തലക്ക് മീതെ വന്നുദയം കൊണ്ടുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലം നമ്മോട് താക്കീതായി പറഞ്ഞിരിക്കുകയാണ്. ചെയ്തുപോയ പാപത്തിന്റെ തോതനുസരിച്ച് മനുഷ്യർ വിയർപ്പിൽ കുളിക്കുന്ന ദിവസമാണത്. ചില ആളുകൾക്ക് നെരിയാണി വരെ വിയർപ്പ്, ചില ആളുകൾക്ക് കാലുമുട്ട് വരെ വിയർപ്പ്, ചില ആളുകൾക്ക് അര വരെ വിയർപ്പ്, ചില ആളുകൾക്ക് നെഞ്ചകം വരെ വിയർപ്പ്, വേറെ ചിലർക്ക് കഴുത്ത് വരെ, വേറെ ചിലർക്ക് മൂക്ക് വരെ, വേറെ ചിലർ വിയർപ്പിൽ കിടന്ന് മുങ്ങിപ്പൊങ്ങുകയാണ്. അങ്ങനെ ചെയ്തു പോയ പാപത്തിന്റെ തോതനുസരിച്ച് ആളുകൾ വിയർപ്പിൽ ഇങ്ങനെ മുങ്ങിക്കുടിക്കുമ്പോൾ അവിടെ അല്ലാഹുവിന്റെ തണല് കിട്ടുന്ന ആളുകളുണ്ട്. അല്ലാഹുവിന്റെ തണല് കിട്ടുന്ന ആളുകൾ 7 വിഭാഗക്കാരാണ്. അല്ലാഹു ആ 7 കൂട്ടർക്ക് അവന്റെ അർശിന്റെ തണൽ വിരിച്ചു കൊടുക്കും. ആ അർശിന്റെ തണൽ വിരിച്ചു കൊടുക്കുന്ന 7 വിഭാഗത്തിൽ ഒരു വിഭാഗമാരെന്നറിയുമോ? റജുലുൻ ഖൽബുഹു മുഅല്ലഖുൻ ബിൽ മസാജിദ്, മസ്ജിദുകളുമായി ഹൃദയബന്ധമുള്ളവനാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലം സിദ്ധാന്തിച്ചിരിക്കുകയാണ്. മനുഷ്യന്റെ സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും ഏറ്റവും വലിയ അളവുകോൽ, ഏറ്റവും വലിയ മാനദണ്ഡം സാമ്പത്തികം തന്നെയാണ്, കാശാണ്. കാശുമ തൊട്ട് കളിക്കുമ്പോഴാണ് ആളുകളുടെ സ്നേഹവും ആളുകളുടെ ത്യാഗവും ആളുകളുടെ കൂറും ആളുകളുടെ അടുപ്പവും ആളുകളുടെ അകൽച്ചയും ആളുകളുടെ സത്യസന്ധതയും ആളുകളുടെ കാപട്യ മനസ്ഥിതിയും എല്ലാം നമുക്ക് ബോധ്യപ്പെടുക. ആളുകളുടെ കാശിന്മേൽ, അവരുടെ കീശമേൽ തൊട്ട് കളിക്കുമ്പോഴാണ്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരാളെ മനസ്സിലാക്കണമെങ്കിൽ അവനേറ്റ് 10 രൂപ കൊണ്ട് കളിച്ചാൽ മതി. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് നല്ല വർത്തമാനമാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വർത്തമാനങ്ങൾ അങ്ങേയറ്റം യുക്തിപരമാണ്. സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, സമ്പത്തുമ തൊടുമ്പോഴാണ് മനുഷ്യന്റെ സ്വഭാവത്തിന്റെ യഥാർത്ഥ നിജസ്ഥിതി അറിയുക. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ ഈ ലോകത്ത് നിന്ന് പിരിയാൻ പോകുമ്പോൾ നൽകിയ വസിയ്യത്തിൽ ആദ്യമായി നമ്മോട് പറഞ്ഞത് 5 വക്ത് നമസ്കാരത്തിന്റെ കാര്യമാണ്. ഞാൻ ഇത് ഈ സദസ്സിൽ എടുത്തു പറയുന്നത് നമ്മുടെ മക്കളെയും നമ്മുടെ ഇളയവരെയും ദീനിൽ ഉറപ്പിച്ചു നിർത്താനും അവരെ നമസ്കാരത്തിൽ ഉറപ്പിച്ചു നിർത്താനും നിങ്ങൾക്കും എനിക്കും ബാധ്യതയുണ്ട്. അത് നമ്മൾ നിർവഹിക്കണം. നമ്മുടെ മക്കളോട് നമുക്ക് സ്നേഹമുണ്ടെങ്കിൽ നമ്മൾ ആ സ്നേഹം കാണിക്കേണ്ടത് അവർക്ക് നല്ലത് തിന്നാൻ കൊടുത്തിട്ടില്ല, അവരെ തടി കൂട്ടിയിട്ടില്ല, അവരെ അല്ലാഹുവിന്റെ മാർഗത്തിൽ ഉറപ്പിച്ചു നിർത്താൻ പരിശ്രമിച്ചിട്ടാണ്. മക്കളെ നമസ്കാരത്തിലേക്ക് ക്ഷണിക്കാത്ത എത്ര പിതാക്കളുണ്ട്. മക്കൾക്ക് നല്ല നല്ല സാധനം വാങ്ങിക്കൊടുക്കും, തടി കൂടട്ടെ. മക്കളുടെ ആത്മാവ് തകർന്നു പോവുകയാണ്. അത് ഈ പിതാക്കൾ അറിയുന്നില്ല. മക്കൾ ശൈത്താന്റെ വലയിൽ അകപ്പെട്ടു പോവുകയാണ്, അതറിയുന്നില്ല. ഞാനൊന്ന് ചോദിച്ചോട്ടെ എന്റെ സഹോദരന്മാരോട്, നിങ്ങൾക്കൊരു വലിയ നിധി കിട്ടി. നിങ്ങൾക്കൊരു വലിയ നിധി കിട്ടിയാൽ നിങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ടവരുമായി ആ നിധി പങ്കുവെക്കാൻ നിങ്ങൾ ആഗ്രഹിക്കില്ലേ? ആഗ്രഹിക്കും. അവരോട് നിങ്ങൾക്ക് സ്നേഹമുണ്ടെങ്കിൽ. നിങ്ങളൊക്കെ നാളെ സ്വർഗത്തിലും നിങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട നിങ്ങളുടെ ഭാര്യമാരും നിങ്ങളുടെ മക്കളും നിങ്ങളുടെ ഉറ്റവരും ഉടയവരും നരകത്തിലും പോയി കിടക്കുന്ന ആ കാഴ്ച എന്റെ സഹോദരങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ഇന്ന് സത്യത്തിൽ അതൊരു ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ദീനിയായിട്ട് ജീവിക്കുന്ന ആളുകളുടെ പോലും കുടുംബത്തിലെത്തി നോക്കിയാൽ, പ്രത്യേകിച്ച് പെണ്ണുങ്ങളുടെ സ്ഥിതി, നിസ്കാരത്തിന്റെ കാര്യത്തിലും മറ്റും പെണ്ണുങ്ങൾക്കുള്ള ശ്രദ്ധക്കുറവ് ഇന്നൊരു വലിയ വിഷയമാണ്. ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങളിൽ അധികം ആളുകളും തറാവീഹ് നമസ്കരിക്കുന്നവരാണ്. നിങ്ങളുടെ കുടുംബത്തിലെ എത്ര സ്ത്രീകൾ ഈ റമദാൻ മാസത്തിൽ തറാവീഹ് നമസ്കരിക്കാറുണ്ട്? ഞാൻ എന്റെ സഹോദരന്മാരുടെ ഹൃദയത്തിൽ കൈവച്ചുകൊണ്ട് ചോദിക്കുന്നു, എന്താ അവർക്ക് തറാവീഹിന്റെ പുണ്യം വേണ്ടേ? അവർക്ക് റമദാൻ മാസത്തിന്റെ പുണ്യം വേണ്ടേ? നിങ്ങൾക്ക് പോയിരിക്കാൻ സ്വർഗവും അവർക്ക് പോയി കിടക്കാൻ നരകത്തിലെ അഗ്നിയുമാണെന്നാണോ നിങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്? എങ്കിൽ നിങ്ങൾ അവരെ സ്നേഹിക്കാത്തവരാണ്. അവരോട് സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾക്ക് കിട്ടാൻ പോണ നിധി നിങ്ങൾ അവർക്കും ഒരു പങ്ക് ഓഹരി വെച്ച് കൊടുക്കൂ. നാളെ സ്വർഗത്തിൽ
പരലോകം ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് സ്വർഗം ചർച്ച ചെയ്യാനുണ്ട്. സ്വർഗത്തിൽ ഹൂറിൽ